ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1996 ക്രിസ്മസ് കാലത്ത് റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. മമ്മൂട്ടി, ജയറാം, ദിലീപ്, മുകേഷ് എന്നീ മുൻനിര താരങ്ങൾ ഏറ്റുമുട്ടിയ 1996 ക്രിസ്മസ് കാലത്ത് ആകെ 6 ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത്. കോമഡി, ഫാമിലി സെന്റിമെന്റ്സ്, റൊമാൻസ് കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഈ ചിത്രങ്ങൾ 96 ക്രിസ്മസ് കാലത്ത് കേരള ബോക്സ് ഓഫീസിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് നമ്മൾക്ക് നോക്കാം. 96 ക്രിസ്മസ് കാലത്ത് പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമായിരുന്നു ജയറാം നായകനായി എത്തിയ കളിവീട്. ഡിസംബർ 19 ക്രിസ്മസിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം സിബി മലയിലായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. മഞ്ജു വാര്യർ ജയറാമിന്റെ നായികയായി എത്തിയ ഈ ചിത്രം ഒരു കോമഡി ഫാമിലി എന്റർടൈനർ ആയിരുന്നു. ജഗദീഷ്, ഇന്നസെന്റ്, വാണി വിശ്വനാഥ്, സുനിത, കൊച്ചിൻ ഹനീഫ, കൽപ്പന തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം തരക്കേടില്ലാത്ത കുടുംബചിത്രം എന്ന പേര് നേടുക വഴി ക്രിസ്മസ് സീസണിന്റെ അഡ്വാൻറ്റേജിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. ശശിധരൻ ആറാട്ട് വഴി തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം രോഹിത് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് പണിക്കരായിരുന്നു നിർമ്മിച്ചത്. മോഹൻ സിത്താരയായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 96 ക്രിസ്മസിന് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ദിലീപിന്റെ ഈ പുഴയും കടന്ന്. ഡിസംബർ 20 റിലീസ് ചെയ്ത ഈ ചിത്രത്തിന്റെ സംവിധായകൻ കമലായിരുന്നു. ദിലീപ് നായകനായി മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രത്തിൽ മഞ്ജു വാര്യരായിരുന്നു നായിക. ഒരു റൊമാൻറ്റിക് ഫാമിലി ഡ്രാമ ഗണത്തിൽപ്പെടുത്താവുന്ന ഈ പുഴയും കടന്ന് കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ മികച്ച വിജയമായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസത്തിനടുത്ത് പ്രദർശിപ്പിച്ച ഈ പുഴയും കടന്ന് സൂപ്പർ സ്റ്റാറ്റസ് ആണ് അക്കാലത്ത് നേടിയത്. ശത്രുഘ്നൻ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രത്തിൽ ബിജു മേനോൻ, മോഹിനി, ചിപ്പി, ഒടുവിലുണ്ണി കൃഷ്ണൻ, ഹരിശ്രീ അശോകൻ, NF വർഗീസ്, മേഘനാഥൻ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഹരിശ്രീ ഫിലിംസ് ഇന്റർനാഷണൽ നിർമ്മിച്ച ഈ ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചത് ജോൺസൺ ആയിരുന്നു. മഞ്ജു വാര്യർക്ക് 96 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കൂടിയായിരുന്നു ഈ പുഴയും കടന്ന്. 96 ക്രിസ്മസിന് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ ഡിസംബർ 21 തിയേറ്ററുകളിലെത്തിയ ഉദ്യാനപാലകൻ. 7 ആർട്സ് ഇന്റർനാഷണൽ നിർമ്മിച്ച് ഹരികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം ഗ്രാമീണ പശ്ചാത്തലത്തിലൊരുക്കിയ കുടുംബ ചിത്രമായിരുന്നു. AK ലോഹിതദാസ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഉദ്യാനപാലകനിൽ മമ്മൂട്ടി സുധാകരൻ നായർ എന്ന കഥാപാത്രമായി ഗംഭീര പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. നെടുമുടി വേണു, കലാഭവൻ മണി, ബിജു മേനോൻ, ഒടുവിലുണ്ണി കൃഷ്ണൻ, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവർ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ കാവേരി ആയിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. ഫാമിലി സെന്റിമെന്റ്സ് കാറ്റഗറിയിലുള്ള ഈ ചിത്രം അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകി. എന്നിരുന്നാലും ബോക്സ് ഓഫീസിൽ അത് ഉദ്ദേശിച്ച വിജയം നേടാൻ ഉദ്യാനപാലകനായില്ല. പ്രമുഖ കേന്ദ്രങ്ങളിൽ 50 ദിവസത്തിനോടടുത്ത് പ്രദർശിപ്പിച്ച ഈ ചിത്രം 96 മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ ആവറേജ് വിജയം കൈവരിച്ച ചിത്രമായിരുന്നു. ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങൾ ചിത്രത്തിന്റെ പ്രത്യേകതയായിരുന്നു. 96 ക്രിസ്മസിന് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ റിലീസ് ചെയ്ത ദിലീപ് നായകനായി എത്തിയ സാമൂഹ്യ പാഠം. കരീം സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡി ഫാമിലി സെന്റിമെന്റ്സ് കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ചിത്രമായിരുന്നു. പ്രേംകുമാറും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ കീർത്തനയായിരുന്നു നായിക. ഡിലേഡ് റിലീസായി തിയേറ്ററുകളിലെത്തിയ സാമൂഹ്യ പാഠം അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. ജോയ് മാത്യു തിരക്കഥാ സംഭാഷണം ഒരുക്കിയ സാമൂഹ്യ പാഠത്തിൽ കലാഭവൻ മണി, മാള അരവിന്ദൻ, രശ്മി സോമൻ, രാജൻ പിദേവ്, ടോണി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബോക്സ് ഓഫീസിൽ രക്ഷപ്പെട്ടില്ലെങ്കിലും ദിലീപ് മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷാണ് നിർവഹിച്ചത്. 96 ക്രിസ്മസിന് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഡിസംബർ 25 തിയേറ്ററുകളിലെത്തിയ മുകേഷ് അഭിനയിച്ച നന്ദഗോപാലന്റെ കുസൃതികൾ. സാറ സിനിയാർട്സ് നിർമ്മിച്ച ഈ ചിത്രം നിസാർ ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ലോ ബഡ്ജറ്റ് ചിത്രങ്ങൾക്ക് പേരുകേട്ട നിസാർ മുകേഷിനെ നായകനായി എത്തിയ ഈ ചിത്രം കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. എന്നിരുന്നാലും ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഫാസി മാങ്കുഴി തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം സാമ്പത്തികമായി പരാജയം ഏറ്റുവാങ്ങി. തമിഴ് നടി ചെൺപകം നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ഹരിശ്രീ അശോകൻ, രാജൻ പിദേവ്, KPSC ലളിത തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രാജാമണിയായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 96 ക്രിസ്മസിന് പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രമായിരുന്നു ജഗദീഷ് നായകനായി എത്തിയ മിമിക് സൂപ്പർ 1000.
95-ലെ ലോ ബഡ്ജറ്റ് ഹിറ്റ് ചിത്രമായ മിമിക്സ് ആക്ഷൻ 500-ന്റെ അതേ അണിയറക്കാർ വീണ്ടും ഒരുമിച്ച ഈ ചിത്രം ബാലു കിരിയത്തായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. പ്രഭാസ് സിനിയാർട്സിന്റെ ബാനറിൽ ഹരികുമാരൻ തമ്പി നിർമ്മിച്ച ഈ ചിത്രം ഡിസംബർ 25-ാം തീയതിയായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. ജനാർദ്ദനൻ, കലാഭവൻ ഷാജു, കലാഭവൻ നവാസ്, സൈനുദ്ദീൻ, ഷമ്മി തിലകൻ, അനുഷ തുടങ്ങിയവർ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ നിരവധി മിമിക്രി താരങ്ങളും വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. ഹരികുമാരൻ തമ്പിയുടെ കഥയ്ക്ക് അൻസാർ കലാഭവൻ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയിരുന്നു. എന്നിരുന്നാലും മറ്റ് വമ്പൻ ചിത്രങ്ങളുടെ ഇടയിൽ മിമിക് സൂപ്പർ 1000 ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം സൃഷ്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു മിമിക് സൂപ്പർ 1000. SP വെങ്കടേഷ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ റിലീസ് ചെയ്ത 6 ചിത്രങ്ങളിൽ 2 ചിത്രങ്ങൾ സാമ്പത്തികമായി വിജയം കൈവരിച്ചപ്പോൾ ഒരു ചിത്രം ആവറേജ് വിജയം കൈവരിച്ചു. 3 ചിത്രങ്ങൾ പരാജയങ്ങളായി മാറി. ഇതിൽ ഈ പുഴയും കടന്ന് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ കളിവീട് ഹിറ്റ് സ്റ്റാറ്റസും ഉദ്യാനപാലകൻ ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസും നേടി. ഇത്രയുമാണ് 96 ക്രിസ്മസിന് പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.